ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ദൈത്യന്മാരുടെ പരമമായ ഗുരു അസുരാചാര്യൻ. പരമമായ ഗുരു ആചാര്യനാകുന്നു, അസുരാചാര്യനാകുന്നു. ആ അസുരാചാര്യനായ ശുക്രൻ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വിവാഹം, സൗഭാഗ്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരം, ജീവിതം പച്ച മലയാളത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കുക. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? ശുക്രൻ്റെ ധർമ്മമാണ്. രണ്ട് ആചാര്യന്മാരാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴം. പക്ഷെ വ്യാഴത്തിനാണ് പ്രാധാന്യം. ബൃഹസ്പതി ജീവഹ, ഒരാളെ ജീവിപ്പിക്കുന്നതാണ് വ്യാഴം. മറിച്ച് ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. ശുക്രൻ കലകളിലും മറ്റ് ഭൗതികമായ സുഖങ്ങളിലും മാത്രം താല്പര്യം. വ്യാഴമാണെങ്കിൽ ആത്മീയമായ സുഖങ്ങളോടുള്ള താല്പര്യം. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ആചാര്യന്മാരാണ്, പരമ ആചാര്യന്മാരാണ്. അതിൽ ശുക്രാചാര്യൻ എന്തുകൊണ്ടും മഹനീയമായൊരു സ്ഥാനത്തെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ. ഇവിടെ ശുക്രൻ കർക്കിടകത്തിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ, കർക്കിടകവും ശുക്രന് ശത്രുക്ഷേത്രമാണ് ചന്ദ്രക്ഷേത്രം, മറ്റൊരു ശത്രുക്ഷേത്രമായ സൂര്യക്ഷേത്രത്തിലേക്ക് വരികയാണ്. പക്ഷെ കർക്കിടകത്തിലെ സൂര്യൻ പ്രബലമായ ശോകത്തെയും മതത്തെയും ഉണ്ടാക്കുന്ന ശുക്രനായിരുന്നു. പക്ഷെ ചിങ്ങത്തിലെ സൂര്യൻ ഹരോ യോഷാർത്ഥാപ്തിഹി, തനിക്ക് സ്ത്രീധനം കിട്ടും, സ്ത്രീകളിലൂടെ ധനം വരും, സ്ത്രീകളെ കൊണ്ട് തനിക്ക് ധനമുണ്ടാകും. പ്രവര യുവതിഹി, തൻ്റെ ജീവിതത്തിൽ ധാരാളം യുവതികൾ വരും. മന്ദധനേഹ, ഇത്തിരി മന്ദനായ സന്താന യോഗവും ഈ ശുക്രൻ നൽകപ്പെടും. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ശുക്രൻ. ഏതായാലും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 29 ദിനങ്ങളാണ് ശുക്രൻ ചിങ്ങരാശിയിൽ നിൽക്കുന്നതെന്ന് അറിയുക. അതുവരെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം നിരൂപണം ചെയ്യുന്നത്. ഏതായാലും ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ആ ശുക്രൻ അവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം, ആശ്രയ ഫലം വളരെ നല്ലതാണ് എന്നറിയുക. ഭാര്യയിലൂടെ നല്ല ഉയർച്ചയുണ്ടാവുക. അപ്രകാരം തന്നെ സ്ത്രീജന്യമായ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കർമ്മമേഖലകളിലൂടെ തനിക്ക് ധനം സമ്പാദനം ഉണ്ടാകുവാൻ, ആർജിക്കുവാൻ കഴിയുക തുടങ്ങിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ ശുക്രൻ ഈ 29 ദിനക്കാലം പ്രദാനം ചെയ്യുമെന്ന് അറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കന്നിയിലേക്ക്, തൻ്റെ നിജക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ 12 രാശിക്കാരുടെയും ഫലം സവിസ്തരം നാം പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? 9ാം ഭാവത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കന്നി ശുക്രൻ്റെ നീചരാശിയാണ്. അങ്ങനെയുള്ള ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? ചിങ്ങൻ രാശിയിൽ 12ാം ഭാവാധിപ സ്ഥാനത്ത് നിൽക്കുന്നു. കന്നിരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ 12ാം ഭാവത്തിലേക്കുള്ള മാറ്റം അത്ര നല്ലതല്ല. 12 ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമികർ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? സധനോന്തി, ഇദ്ദേഹത്തിന് ധനം ലഭിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ ധനാധിപനാണ്, മറ്റൊന്ന് അവരുടെ ഭാഗ്യാധിപനാണ്. അച്ഛൻ നഷ്ടപ്പെടുക, പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടുക, പലപ്പോഴും ആഭരണം നഷ്ടപ്പെടുക, ധനനഷ്ടം, ആഭരണ നഷ്ടമുണ്ടാകുക, ആരെങ്കിലും കട്ടുകൊണ്ടുപോവുക, അല്ലെങ്കിൽ തനിക്ക് പൂർവികമായ സ്വത്ത് ലഭിച്ചപ്പോൾ അത് ബാങ്കിൽ വെച്ച് അത് യഥാസമയം അത് എന്ത് ചെയ്യുക? മോർഗേജ് പുതുക്കാതിരിക്കുക, അങ്ങനെ ഭൂമി നഷ്ടപ്പെടുക, സ്വർണം ബാങ്കിൽ വെച്ച് സ്വർണം നഷ്ടപ്പെടുക, ധാരാളം ദോഷങ്ങളുണ്ടാകും. ശാരീരികമായി വളരെയധികം പാൻക്രിയാറ്റിക്കിന് അല്ലെങ്കിൽ ഡയബറ്റിക് ഓർഗൻസിനെ വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ഡയാലിസിസ് പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരുന്ന സമയമാണെന്ന് കൂടി അറിയണം ഈ ഒരു സമയം. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. താൻ ധനം കടം കൊടുത്താൽ ആ ധനം തിരിച്ചു വരില്ല. തന്നോട് കാശ് വാങ്ങിയ വ്യക്തി തന്നെ ചതിക്കും, വഞ്ചിക്കും. അപ്രകാരം തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളിൽ നിന്നും തൻ്റെ കുടുംബത്തിലെ ആളുകളിൽ നിന്നും ഉണ്ടാകും. താൻ കടം കൊടുക്കുക സ്വർണം, തൻ്റെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കില്ല. വളരെയധികം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നൊരു സമയമാണ് 29 ദിവസമെന്ന് അറിയണം കന്നിരാശിക്കാർ. അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കും. ദയവേത് അനാവശ്യമായി തർക്കിക്കാൻ പോകരുത്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ മാർക്കറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം 12 ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, കഥാപ്യേതി വിത്തം വിലീയേത നിത്യം. എപ്പോഴെങ്കിലും ലഭിക്കും, പലപ്പോഴും നഷ്ടപ്പെടും. ഭൃഗോ ദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനഞ്ച കീർത്തേഹേ ക്ഷയം മിത്രവൈരം. ഗുണത്തിൻ്റെയും കീർത്തിയുടെയും നാശമുണ്ടാകും. മിത്രവൈര, സുഹൃത്തുക്കൾ ശത്രുക്കളാകും. ജനാനം വിരോധം സദാസവ് കരോതി.
ജനങ്ങളുമായി വിരോധമുണ്ടാകും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് വളരെ ജാഗ്രത പാലിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം പറയും. വീട്ടിൽ നിന്ന് സ്വർണവും ധനവുമൊക്കെ മോഷണം പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക എന്ന് മാത്രം. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിലേക്ക് വിളക്കിലേക്ക് എണ്ണാതിരി ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ പോകണം. അവിടെ അന്നദാനം ചെയ്യണം. നന്ദി, നമസ്തേ.